സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 5. നരേന്ദ്രനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡിൽ വിട്ടുകിട്ടണമെന്ന് പോലീസ് എന്തായാലും ആവശ്യപ്പെടാതിരിക്കില്ല. കോടതി അത് അനുവദിക്കുകയും ചെയ്യും. 15 ദിവസത്തേക്കോ 30 ദിവസത്തേക്കോ എന്ന് മാത്രമേ നിശ്ചയമില്ലാതുള്ളൂ. അപ്പോൾ എൻ്റെ മകൻ ഇനിയും അത്രയും ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിയേണ്ടി വരും. പ്രഭാകരൻ ഹതാശനായി. പോലീസ് കസ്റ്റഡിയിലല്ല, സബ് ജയിലിൽ. ഈ ഒറ്റക്കാലൻ ഇനി എന്താ ചെയ്യേണ്ടത്? അവനെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ലേ? നമുക്ക് നോക്കാം. എന്തായാലും പോലീസ് അയാളെ കോടതിയിൽ എത്തിക്കട്ടെ, അസീസ് വക്കീൽ പറഞ്ഞു. പിന്നെയും 2 ദിവസം കൂടി കഴിഞ്ഞാണ് പോലീസ് നരേന്ദ്രനെ കോടതിയിൽ ഹാജരാക്കിയത്. അഡ്വക്കേറ്റ് അസീസ് പ്രവചിച്ചതുപോലെ പോലീസ് കേസന്വേഷണത്തിൻ്റെ പുരോഗതിക്ക് പ്രതിയെ വിട്ടുകിടണമെന്ന് ആവശ്യപ്പെടുകയും കോടതി അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് നരേന്ദ്രൻ സബ് ജയിലിലേക്ക് അയക്കപ്പെട്ടു. പ്രഭാകരൻ മകനെ രക്ഷിക്കാൻ മാർഗമെന്തെന്നറിയാതെ അലഞ്ഞു. നരേന്ദ്രൻ്റെ റിമാൻഡ് കാലാവധി അവസാനിക്കുമ്പോഴെങ്കിലും അവനെ ജാമ്യത്തിലിറക്കണം. ജാമ്യത്തിനാവശ്യമായ ഏർപ്പാടുകൾ ചെയ്യാൻ പ്രഭാകരന് നാട്ടിലേക്ക് പോവുകയല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. രാത്രിയോടെ തിരിച്ചെത്താമെന്ന കണക്കുകൂട്ടലിൽ രാവിലെ തന്നെ പ്രഭാകരൻ യാത്ര തിരിച്ചു. അയാൾ 9 മണിയോടെ സുധാകരൻ്റെ വീട്ടിലെത്തി. അച്ഛനെ കണ്ടപ്പോൾ ശ്യാമളയുടെ മുഖത്ത് ആദ്യമുണ്ടായ സന്തോഷം പെട്ടെന്ന് മാഞ്ഞു. സുധാകരൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അച്ഛൻ ഒറ്റയ്ക്കാണോ വന്നേ? ശ്യാമള ചോദിച്ചു. അല്ലാതെ എനിക്കാരാ കൂട്ട്? ഭാനു വീണമോളും മാത്രമല്ലേ ഉള്ളൂ അവിടെ. അച്ഛൻ വീണു പോയിരിക്കുക മോളെ. താങ്ങി എഴുന്നേൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വിവരങ്ങളൊക്കെ ഇവിടെ എല്ലാവരും അറിഞ്ഞു. പത്രത്തിലുണ്ടായിരുന്നല്ലോ മത്തങ്ങ വലുപ്പത്തിൽ പടവും വാർത്തയും. അതിനുശേഷം തല പൊക്കി മനുഷ്യരുടെ മുഖത്ത് നോക്കണ്ട. അവനതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അച്ഛാ? കെട്ടിച്ചു വിട്ട ഒരു പെങ്ങൾക്ക് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ മാനമായിട്ട് ജീവിക്കേണ്ടതാണെന്ന് പോലും അവൻ ഓർത്തില്ലല്ലോ. നിനക്ക് വേണ്ടിയിട്ട് കൂടിയല്ലേ അവനിങ്ങനെ ആയത് അല്ലേ? എന്നിട്ട് നീ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ? ഞാനവനെ വ്യാജച്ചാരായ കച്ചവടത്തിനൊന്നും നിർബന്ധിച്ചില്ല. നിന്റെ സ്ത്രീധന ബാക്കി തരാൻ വേണ്ടിയല്ലേ കിടപ്പാടം വിറ്റത്? അങ്ങനെയല്ലേ മൂന്നാറിന് പോകേണ്ടി വന്നത്? എന്നിട്ടിപ്പോൾ നിനക്ക് കുറിച്ചിലായതാണോ കുറ്റം? ഇവിടെ ഓരോരുത്തരുടെയും മുഖം കാണണം. ഞാൻ കാരണം ഈ വീടിന് ഏതാണ്ട് അപമാനമുണ്ടായതുപോലെ, ഞാൻ മനഃപൂർവ്വം വരുത്തി വെച്ചതുപോലെ. അവരുടെ നോട്ടവും കുത്തുവാക്കും എല്ലാം എൻ്റെ നേരെയാണല്ലോ. മറ്റാർക്കും ഒന്നും അറിയണ്ട. എൻ്റെ മോളെ, നരേന്ദ്രൻ ജയിലിലാ. അവനെ അവിടെ നിന്ന് ഇറക്കാൻ എന്തെങ്കിലും മാർഗം തേടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കിപ്പോൾ നിൻ്റെ മാനക്കേടോ നീ നേരിടുന്ന കുത്തുവാക്കുകളോ ഒന്നും പ്രശ്നമല്ല. ചങ്കിൽ കടാരയ്ക്ക് കുത്തേറ്റ് വന്നവനോടാണോ നീ കണ്ണിൽ പോയ കരടിൻ്റെ കാര്യം പറയുന്നേ? ശ്യാമള മുഖം വീർപ്പിച്ച് നിന്നു. പ്രഭാകരൻ സുധാകരൻ്റെ ജോലിസ്ഥലത്ത് ചെന്നു. പ്രഭാകരനെ കണ്ടതും സുധാകരൻ്റെ കണ്ണുകൾ കുറുകി, മുഖം ഇരുണ്ടു. ഓഫീസിലേക്ക് കയറി ചെല്ലാൻ തുനിഞ്ഞ പ്രഭാകരനെ അയാൾ പുറത്തേക്ക് കൈപിടിച്ചിറക്കിക്കൊണ്ടുപോയി. വീട്ടിലും പരിസരത്തും തലയുയർത്തി നടക്കാൻ പറ്റാതായി. ഇനി ഓഫീസിൽ നേരിട്ട് ഹാജരായി മറ്റുള്ളവരെ കൂടി അറിയിക്കേണ്ട, സുധാകരൻ അമർഷത്തോടെ പറഞ്ഞു. ഞാനൊരു അപേക്ഷയുമായിട്ട് വന്നതാ. എൻ്റെ മോനെ ജാമ്യത്തിലിറക്കാൻ നീ സഹായിക്കണം. ആൾജാമ്യം വേണ്ടി വന്നാൽ അതിനുള്ള ആൾക്കാർ വേണ്ടേ? ഞാൻ ജാമ്യം നിൽക്കാനോ? അതും വിഷമദ്യം വിറ്റ കേസിലെ പ്രതിക്ക് വേണ്ടിയിട്ട്? എന്ത് വിശ്വസിച്ച് നിൽക്കും? ജാമ്യത്തിലിറങ്ങുന്ന നിങ്ങളുടെ മകൻ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയാൽ ഞാൻ എന്തു ചെയ്യും? യാതൊരു പഴുതും നൽകാതെ സുധാകരൻ അപേക്ഷ തള്ളിക്കളഞ്ഞു. പ്രഭാകരൻ കീഴിലത്ത് വന്ന് അവിടെയുള്ള ചില അകന്ന ബന്ധുക്കളോടും നരേന്ദ്രൻ്റെ ചില സുഹൃത്തുക്കളോടും സഹായാഭ്യർത്ഥന നടത്തി. ഭൂരിപക്ഷം പേരും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ചിലർ സമയമാകട്ടെ നോക്കട്ടെ എന്നെല്ലാം ഒഴുക്കൻ മട്ടിൽ ചില മറുപടികൾ പറഞ്ഞു. മൂവാറ്റുപുഴ എത്തി മഹാദേവൻ തമ്പിയെയും ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് പ്രഭാകരൻ നിശ്ചയിച്ചു. മൂവാറ്റുപുഴയിൽ ബസ്സിറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ കയറി അയാൾ വെള്ളിക്കുളം തമ്പി മുതലാളിയുടെ വീട്ടിലെത്തി. ഒരു ഒറ്റക്കാലൻ ക്രച്ചസിൽ കയറി വരുന്നത് കണ്ട് ഗേറ്റ് കീപ്പർ തടഞ്ഞു. ഭിക്ഷക്കാരനോ മറ്റോ ആണെന്നായിരുന്നു അയാളുടെ ധാരണ. ഞാൻ നരേന്ദ്രൻ്റെ അച്ഛനാ. നരേന്ദ്രൻ ഇവിടുത്തെ ജോലിക്കാരനാ, പ്രഭാകരൻ പറഞ്ഞു. എന്താ കാര്യം? തമ്പി മുതലാളിയെ കാണണം. തമ്പി മുതലാളിയെ കാണണമെങ്കിൽ മൂന്നാറിൽ പോയാൽ മതി. അങ്ങോട്ടാ പോയിരിക്കുന്നേ. എന്നാ പോയത്? ഇന്ന് കാലത്ത്. അതുവരെ ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നില്ലാതെ. മുതലാളിയുടെ മോളുടെ കല്യാണമല്ലായിരുന്നോ? നല്ല കെങ്കേമൻ കല്യാണം. പെട്ടെന്ന് ആലോചിച്ച് നടത്തിയതാണോ? അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്നാ. വലിയവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല. എന്നാൽ പോയാട്ടെ. ഒറ്റക്കാലിൽ എങ്ങനെ പോകും? പ്രഭാകരൻ മറുപടി പറയാതെ നടന്നു നീങ്ങി. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ബസ് സ്റ്റാൻഡിലെത്തിയ പ്രഭാകരൻ വൈകുന്നേരത്തോടെ അടിമാലിക്കുള്ള ബസ്സിൽ കയറി. അയാൾ ക്ഷീണിതനും നിരാശനുമായിരുന്നു.
തെളിവെടുപ്പിനായി നരേന്ദ്രനെ കൊണ്ടുപോകാൻ സബ് ജയിലിൽ എത്തിയതായിരുന്നു പോലീസ് ജീപ്പ്. നരേന്ദ്രനെയും കൂട്ടി അവർ നേരെ വെള്ളിക്കുളം എസ്റ്റേറ്റിലേക്കാണ് പോയത്. എസ്റ്റേറ്റ് ബംഗ്ലാവ് കണ്ടപ്പോൾ നരേന്ദ്രന് ആശ്വാസം തോന്നി. തമ്പി മുതലാളിയുടെ ബെൻസ് കാർ പോർച്ചിൽ കിടക്കുന്നു. ധർമ്മരാജൻ സിറ്റൗട്ടിലൂടെ ഉലാത്തുന്നു. തൻ്റെ സഹായത്തിന് 2 പേരുണ്ട്. പോലീസ് ജീപ്പ് ബംഗ്ലാവിന് മുറ്റത്തു നിന്നു. പോലീസുകാർ നരേന്ദ്രനെ വിലങ്ങ് വെച്ച നിലയിൽ സിറ്റൗട്ടിലേക്ക് കയറ്റി. ധർമ്മരാജൻ അവനെ ഒന്ന് നോക്കി. നിർവികാരമായ നോട്ടം, ഒരാരാച്ചാരുടെ നോട്ടം. അത് കണ്ടപ്പോൾ നരേന്ദ്രന് പേടി തോന്നി. നരേന്ദ്രൻ്റെ കൈ പിടിച്ച് ഇൻസ്പെക്ടർ മാർക്കോസ് ഹാളിലേക്ക് നടത്തിക്കൊണ്ടുപോയി. ഏതോ മുറിയുടെ വാതിലിൽ നിന്ന് വിരൽ ഞൊടിക്കുന്നത് പോലെ ഒരൊച്ച കേട്ടു. മഹാദേവൻ തമ്പി ആയിരുന്നു അത്. മാർക്കോസ് നരേന്ദ്രനെ ആ വാതിലിന് മുന്നിലേക്ക് കൊണ്ടുപോയി. വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. മാർക്കോസ് നരേന്ദ്രൻ്റെ പിടലിക്ക് പിടിച്ച് അകത്തേക്ക് തള്ളി. വെടിവെച്ച് കൊല്ലാൻ വിധിക്കപ്പെട്ട കുറ്റവാളിയെപ്പോലെ അവനെ ചുവരിനഭിമുഖമായി നിർത്തി. SI തിരിച്ചു പോകുന്ന കാലൊച്ച നരേന്ദ്രൻ കേട്ടു. മഹാദേവൻ തമ്പിയുടെ ഷൂസിൻ്റെ ഒച്ച അടുത്തടുത്ത് വന്നു. നന്ദി കെട്ട നായേ, നിന്റെ പേര് നരേന്ദ്രൻ. മഹാദേവൻ തമ്പിയുടെ പരുക്കനൊച്ച പിന്നിൽ നിന്ന് കേട്ടു. ഒപ്പം ലോഹത്തിൻ്റെ തണുത്ത സ്പർശം ചെവിക്ക് താഴെ തിരിച്ചറിയാനും കഴിഞ്ഞു. തമ്പി മുതലാളിയുടെ കയ്യിൽ കൈത്തോക്ക്. അതിൻ്റെ കുഴലറ്റം അവൻ്റെ ചെവിയെ ഉഴിഞ്ഞു. മൂക്കിനെയും നെറ്റിയെയും ഉഴിഞ്ഞ പല്ലുകൾക്കിടയിലൂടെ വന്നു കയറി. മഹാദേവൻ തമ്പിയുടെ കണ്ണുകളിൽ ജലിക്കുന്നത് ചവിട്ടേറ്റ സർപ്പത്തിൻ്റെ പകയാണെന്ന് നരേന്ദ്രന് തോന്നി. നിന്നെ കൊല്ലണമെന്നായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചത്. ഒരിക്കൽ തീരുമാനിച്ചാൽ ഞാനത് മാറ്റാറില്ല. തീയിട്ട് ദഹിപ്പിക്കാനുള്ള ഉൾപ്പകയോടെ മഹാദേവൻ തമ്പി പറഞ്ഞു. പക്ഷേ നിന്റെ ആയുസിൻ്റെ ബലം. തമ്പി അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ചു. മഹാദേവൻ തമ്പിയുടെ മകളുടെ മുഖത്തേക്ക് തുറിച്ചൊന്ന് നോക്കാൻ പോലും ആരും ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷെ നീ. ചെവിക്കടിയിലൂടെ ഉരസി വന്ന് കവിളത്തമർന്ന തോക്കിൻ കുഴൽ വിറകൊണ്ടു. തമ്പി മുതലാളിയുടെ മുഖത്തെ ക്രോധം കണ്ടിട്ട് അയാൾ ഈ നിമിഷം തന്നെ വെടിവെച്ചേക്കുമെന്ന് നരേന്ദ്രന് തോന്നി. എൻ്റെ മകളുടെ സന്തോഷം നീ നശിപ്പിച്ചു. അവളുടെ പഠിപ്പ് നിർത്തേണ്ടി വന്നു. അവൾക്ക് എന്നോടും കുടുംബത്തോടും ഉണ്ടായിരുന്ന കൂറും സ്നേഹവും നീ ഇല്ലാതാക്കി. ഒരു ദേശം മുഴുവൻ അറിഞ്ഞ് ആഘോഷമായി നടത്തേണ്ടിയിരുന്ന അവളുടെ കല്യാണം നീ കാരണം നിറം കെട്ടുപോയ ഒരു ചടങ്ങ് പോലെ കഴിച്ചു കൂട്ടേണ്ടി വന്നു. കതിർമണ്ഡപത്തിൽ രാജകുമാരിയെപ്പോലെ നിൽക്കേണ്ടി വന്നിരുന്ന എൻ്റെ മകൾ ചുറ്റും നടക്കുന്നതൊന്നും അറിയാത്ത മട്ടിൽ ബുദ്ധിമാന്യം പിടിപെട്ടവളെ പോലെയാണ് നിന്നത്. നരേന്ദ്രൻ വിലങ്ങിട്ട കൈകൾ അയാളുടെ നേർക്ക് കൂപ്പി. പൊറുക്കണം, ശബ്ദിക്കരുത്. നിന്നോട് പൊറുക്കാനോ? നീ കാരണം എൻ്റെ മോൾക്ക് ഞാനെന്ന് ശത്രുവാണ്. അവളുടെ അമ്മ ശത്രുവാണ്. സ്വന്തം കൂടപ്പുറപ്പുകൾ ശത്രുക്കളാണ്. വെള്ളിക്കുളം തറവാട്ടിലെ ഓമനിയായിരുന്ന അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. മുതലാളി എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, കൊന്നുകളഞ്ഞു. പക്ഷേ എൻ്റെ വീട്ടുകാരെ ഒന്നും ചെയ്യരുതേ. ഞാൻ മുതലാളിയുടെ കാല് പിടിക്കാം. അവർ പാവങ്ങളാ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുതലാളിക്കെതിരായിട്ട് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ മഹാദേവൻ തമ്പി ഒന്ന് ചിരിച്ചു. അവർക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ശിക്ഷ കിട്ടി നീ ജയിലിൽ കയറുന്നതിന് മുമ്പ് അതെല്ലാം കഴിഞ്ഞിരിക്കും. നിന്റെ കുടുംബം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റും. നിന്റെ വേര് പോലും ഞാൻ മാന്തി എടുത്ത് കളയും. അവരെ ഉപദ്രവിക്കല്ലേ മുതലാളി. എൻ്റെ അച്ഛൻ ഒരു കാലില്ലാത്തവനാണ്. അമ്മ അസ്മാരോഗിയാണ്. എൻ്റെ പെങ്ങൾ, ധർമ്മരാജൻ പറഞ്ഞു. നിന്റെ പെങ്ങൾ സുന്ദരിയാണെന്ന്. ഒരു ദിവസമെങ്കിലും അവൾ ഈ വെള്ളിക്കുളം എസ്റ്റേറ്റിൽ എനിക്കും എൻ്റെ ഗസ്റ്റുകൾക്കും വേണ്ടി കിടക്ക വിരിക്കും. മുതലാളി, എന്നെ ഈ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി കൊന്നേക്ക്. ദൈവത്തെ ഓർത്ത് അവരെ ഒന്നും ചെയ്യല്ലേ. അവൻ അയാളുടെ കാൽച്ചുവട്ടിൽ തലകുനിച്ചിരുന്നു കൊടുത്തു. മാർക്കോസ്, മഹാദേവൻ തമ്പി വിളിച്ചു. പുറത്ത് മാറി നിൽക്കുകയായിരുന്ന മാർക്കോസ് ഉടനകത്തേക്ക് വന്നു. ഇവനെ കൊണ്ടുപോ. നിലത്ത് കുനിഞ്ഞിരുന്ന നരേന്ദ്രനെ അയാൾ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവനെ പുറത്തേക്ക് നടത്തിക്കൊണ്ടുപോയി. സിറ്റ് ഔട്ടിൽ ധർമ്മരാജൻ നിൽപ്പുണ്ടായിരുന്നു. സാർ. കടന്നു പോകുന്നതിനിടയിൽ നരേന്ദ്രൻ ധർമ്മരാജൻ്റെ നേർക്ക് കൈകൂപ്പി. അവരെ ഒന്നും ചെയ്യരുതെന്ന് പറയണം സാർ. ധർമ്മരാജൻ്റെ മുന്നിലെത്തിയപ്പോൾ അവൻ അയാളോട് കെഞ്ചി. എന്നെ കൊന്നു കളഞ്ഞോട്ടെ, പക്ഷേ അവരെ ഒന്നും ചെയ്യല്ലേ. ആ മുഖത്തെ ഭാവഭേദം ഒന്നും കണ്ടില്ല. പോലീസ് നരേന്ദ്രനെ ജീപ്പിൽ കൊണ്ടുചെന്നിരുത്തി. ഇനി സബ് ജയിലിലേക്ക്. നരേന്ദ്രൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നു. ഇപ്പോൾ അവന് കാര്യങ്ങൾ വ്യക്തമായി. മഹാദേവൻ മുതലാളി തന്നെ ചതിക്കുകയായിരുന്നു. താനും ശൈലജയും തമ്മിൽ ഉരുത്തിരിഞ്ഞു വന്ന ബന്ധം തമ്പി മുതലാളി അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി മോചനമില്ല, തനിക്ക് മാത്രമല്ല തൻ്റെ കുടുംബത്തിനും. മഹാദേവൻ തമ്പിയുടെ ഉഗ്രകോപത്തിൻ്റെ അഗ്നികുണ്ഡത്തിൽ വെന്തു വെണ്ണീറാകാനുള്ള കീടങ്ങൾ മാത്രമാണ് താനും തൻ്റെ കുടുംബാംഗങ്ങളും. നരേന്ദ്രനെ പീരുമേട് സബ് ജയിലിൽ എത്തിച്ച ശേഷം പോലീസ് മടങ്ങി. രാവിലെ മുതൽ വെള്ളിക്കുളം എസ്റ്റേറ്റ് ബംഗ്ലാവിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ് പ്രഭാകരൻ.
പുറത്തേക്ക് എവിടെയോ പോയിരുന്ന മഹാദേവൻ തമ്പി വരാൻ വൈകുമെന്നാണ് അറിവ്. മഹാദേവൻ തമ്പി വൈകുന്നേരമാണ് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ തിരിച്ചെത്തിയത്. പ്രഭാകരൻ തൻ്റെ ക്രച്ചസിൽ നടന്നു ചെന്ന് സിറ്റൗട്ടിന് താഴെ നിന്നു. ധർമ്മരാജൻ മഹാദേവൻ തമ്പിയോട് എന്തോ അടക്കം പറഞ്ഞു. മഹാദേവൻ തമ്പി പ്രഭാകരൻ്റെ മുമ്പിലേക്ക് വന്നു. നീയാണ് അവൻ്റെ അച്ഛൻ അല്ലേ? അതെ. പ്രഭാകരൻ കൈയെടുത്ത് തൊഴുതു പിടിച്ചു ക്രച്ചസിൽ നിന്നു. നിന്റെ മകനെ ഞാൻ രക്ഷിക്കില്ലെന്ന് മാത്രമല്ല, പരമാവധി ശിക്ഷ അവന് ഞാൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. മുതലാളി, അവൻ എന്ത് ചെയ്തിരുന്നാലും ഞാൻ അങ്ങയുടെ കാല് പിടിച്ച് അവൻ എന്നോട് ചെയ്തത് എന്താണെന്ന് വൈകാതെ ഞാൻ നിനക്ക് കാണിച്ചു തരുന്നുണ്ട്. നിനക്കുമുണ്ടല്ലോ പെൺമക്കൾ. അത് പറയുമ്പോൾ മഹാദേവൻ തമ്പിയുടെ കണ്ണിൽ കനലുകൾ ഇളകി. പൊയ്ക്കോ, നിൽക്കണ്ട. മഹാദേവൻ തമ്പി തിരിഞ്ഞകത്തേക്ക് പോയി. പ്രഭാകരൻ ധർമ്മരാജനെ നോക്കി. ധർമ്മരാജനും തിരിഞ്ഞു നടന്നു. പ്രഭാകരൻ മടക്കയാത്രയായി. അയാളുടെ സകല പ്രതീക്ഷകളും നശിച്ചിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ പ്രവീണയും ഭാനുമതി അമ്മയും വിവരം തിരക്കി. പ്രഭാകരൻ കാര്യങ്ങൾ വിവരിച്ചു. നമുക്കിവിടുന്ന് പോകാം, ഇല്ലെങ്കിൽ നമ്മളെ ആരെയും അയാൾ വെറുതെ വിടില്ല. പ്രഭാകരൻ പറഞ്ഞു. ഇല്ല, ഞാൻ എങ്ങോട്ടുമില്ല. എൻ്റെ മോനെ ഇവിടെ ഇട്ടിട്ട് എങ്ങോട്ടും വരില്ല ഞാൻ, ഭാനുമതി അമ്മ വേവലാതിയോടെ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ഭാനുമതി അമ്മയുടെ ആസ്മ വർദ്ധിച്ചു. അവരെ മൂന്നാറിലുള്ള ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. പ്രവീണ അമ്മയുടെ കൂടെ നിന്നു. പ്രഭാകരൻ നാട്ടിലെ ബാങ്കിൽ പ്രവീണയ്ക്ക് വേണ്ടി ഫിക്സഡ് ഡിപ്പോസിറ്റായി ഇട്ടിരുന്ന പണം എടുത്തുകൊണ്ടുവന്നു. വക്കീൽ ഫീസ് കൊടുക്കാൻ കുറേ പണം ചെലവായി. ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിൽ പോയി SI മാർക്കോസിനും സഹപ്രവർത്തകർക്കും പണം നൽകി. ഇനിയെങ്കിലും നരേന്ദ്രനെ മർദ്ദിക്കാതിരിക്കാനുള്ള കൈക്കൂലി ആയിരുന്നു അത്. സബ് ജയിലിലും അത്തരം ചില നടപടിക്രമങ്ങളുണ്ടെന്ന് ഹെഡ് കോൺസ്റ്റബിൾ കുര്യച്ചൻ പ്രഭാകരനെ ധരിപ്പിച്ചു. പ്രഭാകരൻ ഒരു ദിവസം പീരുമേട് സബ് ജയിലിലും പോയി വേണ്ടപ്പെട്ടവരെ കാണുകയുണ്ടായി. 11 ദിവസം ഭാനുമതിയമ്മ ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റൽ ബില്ല് തന്നെ നല്ലൊരു തുകയായി. ആസ്മയ്ക്ക് കാര്യമായ കുറവൊന്നും ഉണ്ടായില്ല. റിമാൻഡ് കാലാവധി തീരുമ്പോഴേക്കും നരേന്ദ്രനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി പ്രഭാകരൻ തന്നാലാവും വിധമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പണം കെട്ടിവെച്ചാൽ മാത്രം പോരാ, ആൾജാമ്യവും വേണ്ടിവരും. അഡ്വക്കേറ്റ് അസീസ് നേരത്തെ പറഞ്ഞിരുന്നു. വക്കീൽ നരേന്ദ്രനെ ജാമ്യത്തിലിറക്കാനുള്ള തൻ്റേതായ നടപടികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. നരേന്ദ്രൻ്റെ റിമാൻഡ് കാലാവധി അവസാനിച്ച ദിവസം അവൻ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. നെടുങ്കണ്ടം കോടതിയിലായിരുന്നു ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം. ജാമ്യം നിൽക്കാൻ വേണ്ടത്ര രേഖകളോ ആളുകളോ ഇല്ലാത്തതിനാൽ നരേന്ദ്രന് ജാമ്യം അനുവദിച്ചില്ല. കോടതി വരാന്തിയിൽ വെച്ച് പ്രഭാകരൻ തൻ്റെ മകനെ ഒരു നോക്ക് കാണുകയുണ്ടായി. അവശനും നിരാശനുമായിരുന്നു നരേന്ദ്രൻ. അടുത്ത് ചെന്നപ്പോൾ നരേന്ദ്രൻ അമ്മയുടെ വിശേഷം ചോദിച്ചു. എന്നിട്ട് ഇത്രയും പറഞ്ഞു. ഇനി ഇവിടെ താമസിക്കണ്ട അച്ഛാ. എത്രയും വേഗം അമ്മയെയും പ്രവീണയെയും കൂട്ടി സ്ഥലം വിട്ടു പോയിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല. നരേന്ദ്രൻ പീരുമേട് സബ് ജയിലിലേക്ക് തന്നെ മടങ്ങി. അടുത്ത 1 മാസത്തിനുള്ളിൽ നരേന്ദ്രനെതിരെയുള്ള കേസിന്മേൽ തെളിവെടുപ്പ് പൂർത്തിയായി. കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രമനുസരിച്ച് നരേന്ദ്രനെതിരെയുള്ള വിവിധ കേസുകളിൽ കൊലപാതക കേസ് കൂടി ഉൾപ്പെട്ടിരുന്നതിനാൽ നെടുങ്കണ്ടം കോടതി കേസ് തൊടുപുഴ സെഷൻസിലേക്ക് കൈമാറി. കേസിനായി എല്ലാ അവധിക്കും തൊടുപുഴയിൽ പോയി വരുന്നത് പ്രഭാകരന് ബുദ്ധിമുട്ടായിരുന്നു. അയാൾ ഭാര്യയെയും മകളെയും കൂട്ടി തൊടുപുഴയിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചു. ഒരു വാടക വീട് കണ്ടെത്തുന്നതിനായി പ്രഭാകരൻ തൊടുപുഴയിലേക്ക് തിരിച്ചു. രാത്രിക്ക് മുമ്പ് തിരിച്ചെത്തുമെന്നായിരുന്നു അയാൾ പ്രവീണയോടും ഭാനുമതി അമ്മയോടും പറഞ്ഞിരുന്നത്. സന്ധ്യയായിട്ടും പ്രഭാകരൻ വീട്ടിലെത്തിയില്ല. അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ കൂടുതലാണെന്ന് കണ്ട് പ്രവീണ വെള്ളം തിളപ്പിച്ച് അവരുടെ നെഞ്ചിലും പുറത്തും ആവി പിടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാനുമതി അമ്മ മതിയെന്ന് പറഞ്ഞു. ആവി പിടിച്ച വെള്ളം കളഞ്ഞിട്ട് പ്രവീണ തോർത്തു പിഴിഞ്ഞിട്ടു. കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ കുളിമുറിയിലേക്ക് കയറി. വീടിൻ്റെ പിന്നാമ്പുറത്താണ് കുളിമുറി. കുളി കഴിയുമ്പോഴേക്കും നല്ലതുപോലെ ഇരുട്ടി. അവൾ വസ്ത്രം മാറിക്കൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി. ഇരുട്ടത്ത് നിന്ന് അവൾ പാവാടയും ബ്ലൗസും അണിഞ്ഞു. മുടിയിൽ തോർത്ത് ചുറ്റിക്കെട്ടി. അമ്മ വിളിക്കുന്നത് കേൾക്കാമായിരുന്നു. കുളിമുറിയുടെ വാതിൽ തുറന്നവൾ പുറത്തേക്കിറങ്ങിയതും ശക്തിയേറിയ ടോർച്ച് വിളിച്ച് അവളുടെ കണ്ണിലേക്ക് വീണു. കണ്ണഞ്ചിപ്പോയ പ്രവീണ നിലവിളിക്കാൻ ഭാവിക്കുമ്പോഴേക്കും ബലിഷ്ഠമായ 2 കരങ്ങൾ അവളുടെ വായി പൊത്തി. കുതറാൻ ശ്രമിച്ചുവെങ്കിലും മറ്റാരോ അവളുടെ കൈകൾ പിന്നോട്ട് പിടിച്ചു ബന്ധിച്ചു. നിന്ന നിൽപ്പിൽ തന്നെ കാലുകളും ബന്ധിക്കപ്പെട്ടു. മുറിയിൽ നിന്ന് ഭാനുമതി അമ്മയുടെ വിളിയൊച്ച ഇടയ്ക്കിടെ ഉയരുകയും താഴുകയും ചെയ്തു. രാത്രിയോ പകലോ എന്ന് നിശ്ചയമില്ല. കണ്ണുകൾ മൂടിക്കെട്ടിയിരുന്നു. ഒരു കിടക്കയിലാണ് താനെന്ന് പ്രവീണയ്ക്ക് മനസ്സിലായി. മാർദ്ദവമുള്ള കിടക്ക. കൈകൾ രണ്ടും വിരിച്ച് കട്ടിലിൻ്റെ ക്രാസിയിലോ മറ്റോ കെട്ടിയിരിക്കുന്നു. ഇതേതാണ് സ്ഥലമെന്ന് പോലും നിശ്ചയമില്ല. വളരെ ദൂരെ യാത്ര ചെയ്തുവെന്ന് തോന്നിയിരുന്നു. അമ്മേ, അവൾ ഉറക്കെ വിളിച്ചു.
അല്പം മുമ്പ് മറുപടി കിട്ടാതെ നിർത്തിക്കളഞ്ഞ വ്യായാമമായിരുന്നു അത്. ഒരിക്കൽ കൂടി അവൾ ആ വിളി ആവർത്തിച്ചു. അമ്മേ. നേരിയൊരു പ്രതിധ്വനി മാത്രം കേട്ടു. ആരെങ്കിലും വരണേ, രക്ഷിക്കണേ. അതിൻ്റെ അനുരണനങ്ങളും അവസാനിച്ചു. അവൾ കട്ടിലിൽ കിടന്ന് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. കുറേ സമയം അത് തുടർന്നു. ഒടുവിലത് നേരിയൊരു ചിണുങ്ങൽ മാത്രമായി. ഒരു പാദപതന ശബ്ദം കേട്ടതുപോലെ തോന്നി. ആരാ അത്? ഒച്ച നിലച്ചു. ആരാ? പേടി കൊണ്ട് അവളുടെ ശബ്ദം വിറച്ചു. കാലച്ച അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. കട്ടിലിനരികിൽ അത് നിലച്ചു. ആരാണെന്ന് പറയോ? എനിക്ക് പേടിയാകുന്നു. കിടക്കയിൽ ഒരു ഭാരം അമർന്നത് അവൾ അറിഞ്ഞു. തണുത്ത ഒരു കരം കവളത്ത് സ്പർശിച്ചപ്പോൾ അവൾ ഞെട്ടി. അവളുടെ ഉടൽ കിലുകിലേ വിറയ്ക്കാൻ തുടങ്ങി. തണുത്ത വിരലുകൾ അവളുടെ കവിളിലൂടെ, നെറ്റിയിലൂടെ, താടിയിലൂടെ, ചുണ്ടുകൾക്ക് മീതെ കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവ അവളുടെ കഴുത്തിലൂടെ താഴേക്ക് അരിച്ചിറങ്ങി. നടുങ്ങിക്കരയാൻ വെമ്പിയ അവളുടെ മുഖത്തേക്ക് മദ്യത്തിൻ്റെ ഗന്ധമടിച്ചു. ഭാനുമതിയമ്മ കുറേ നേരമായി വിളിക്കുകയാണ്. മോളെ, വീണമോളെ. ഒരിടത്തു നിന്നും മറുപടിയില്ല. ഇടയ്ക്ക് ഒരു തവണ വെളിച്ചമണഞ്ഞെങ്കിലും അത് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയിരുന്നു. തന്നെക്കൊണ്ട് കഴിയും വിധം ഒച്ചയെടുത്ത് അവർ കൂടെ കൂടെ വിളിച്ചുകൊണ്ടേയിരുന്നു. മോളെ. അവർക്ക് ശ്വാസമുട്ടൽ വർദ്ധിച്ചു. എവിടെ പോയി തൻ്റെ മകൾ? കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ മുറിവിട്ട് പോയിട്ട് കുറേ അധികം നേരമായല്ലോ. അടഞ്ഞുകിടന്ന മുൻവാതിലിൽ പിടിച്ചു. പണിപ്പെട്ട് അതിൻ്റെ സാക്ഷി നീക്കി. ഒരു പാളി തുറന്ന് വരാന്തയിലേക്കും പുറത്തെ ഇരുട്ടിൻ്റെ സമുദ്രത്തിലേക്കും നോക്കി വിളിച്ചു. മോളെ, വീണേ. പിന്നെ കുറേ സമയത്തേക്ക് ശ്വാസം കിട്ടിയില്ല. അവരുടെ കാലുകൾ വിറകൊണ്ടു. കട്ടിളയിലേക്ക് ചാരി നിന്ന് അവർ പതുക്കെ നിലത്തേക്ക് ഊർന്നു വീണു. രാത്രിയിൽ ഇറങ്ങേണ്ട സ്ഥലം നല്ല നിശ്ചയമില്ലാതിരുന്നതിനാലും കയ്യിൽ വെളിച്ചമില്ലാതിരുന്നതിനാലും പ്രഭാകരൻ പൂപ്പാറ ചെന്നിട്ടാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയത്. രാത്രി 10 മണിയോടടുത്തിരുന്നു. കടകമ്പോളങ്ങൾ മിക്കവയും അടഞ്ഞുകിടന്നു. ഒരു മുറുക്കാൻകടയിൽ നിന്ന് അയാൾ മെഴുകുതിരിയും തീപ്പെട്ടിയും വാങ്ങി. ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ കയറിയിരുന്നു. മഴ പെയ്ത് ചെളി കുഴഞ്ഞു കിടന്നതിനാൽ ടാർ റോഡിൽ നിന്നും മൺ റോഡിലേക്ക് കയറാൻ ഓട്ടോ ഡ്രൈവർ വിസമ്മതിച്ചു. മോനെ, എനിക്ക് ഒരു കാലേയുള്ളൂ. ഞാൻ എങ്ങനെ ഇരുട്ടത്ത് ഈ വഴി കയറിപ്പോകും? പ്രഭാകരൻ അപേക്ഷാപൂർവം ചോദിച്ചു. അമ്മാവ, കയറ്റമാ, പോരെങ്കിൽ ചെളി, ഓട്ടോ സ്ലിപ്പാകും. അങ്ങനെ പറഞ്ഞെങ്കിലും ടാർ റോഡിൽ നിന്ന് അല്പദൂരം കൂടി മുമ്പോട്ട് പോകാൻ ഓട്ടോ ഡ്രൈവർ തയ്യാറായി. കയറ്റം കയറി ഇറക്കത്തിനരികിൽ ഓട്ടോ നിന്നു. ഇനി പോവില്ല, എനിക്ക് തിരിച്ചു പോകണ്ടേ? പ്രഭാകരൻ ഇറങ്ങി പൈസ കൊടുത്തു. മെഴുകുതിരി കത്തിക്കാൻ ഡ്രൈവർ സഹായിച്ചു. അതൊരു ചാക്കുനൂല് കൊണ്ട് ക്രച്ചസിനോട് ചേർത്ത് കെട്ടിവെച്ചു. പതുക്കെ പോയാൽ മതി, ദാ കാണുന്നതല്ലേ വീട്, വീഴാതെ നോക്കണേ. വഴുക്കലുള്ള വഴിയെ കൂടി സൂക്ഷിച്ചാണ് പ്രഭാകരൻ ക്രച്ചസ് ഊന്നി നീങ്ങിയത്. ഓട്ടോറിക്ഷക്കാരൻ നോക്കി നിന്നു. കുഴപ്പമില്ലെന്ന് കണ്ട അയാൾ ഓട്ടോ അവിടെ ഇട്ട് തിരിച്ചു മടങ്ങിപ്പോയി. വീട്ടുമുറ്റത്തേക്കുള്ള മൺപടി ഇറങ്ങുമ്പോൾ ക്രച്ചസ് വഴുതി പ്രഭാകരൻ ഒന്ന് വീണു. കൈ രണ്ടും നിലത്ത് കുത്തിയതിനാൽ കാര്യമായ പരിക്കൊന്നും പറ്റിയില്ല. നിലത്തുകൂടി പരതി ക്രച്ചസ് രണ്ടും തപ്പിയെടുത്തു. വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അയാൾക്ക് അമ്പരപ്പ് തോന്നി. ഈ രാത്രി 10:30 മണി നേരത്ത് വാതിൽ തുറന്നിട്ടുകൊണ്ടാണോ അമ്മയും മകളും കിടന്നുറങ്ങുന്നത്? പ്രായം തികഞ്ഞ പെണ്ണും ഏലക്കാടിന് നടുവിലെ വിജനതയും. എന്തൊക്കെയോ അജ്ഞാത ഭീതികൾ പ്രഭാകരൻ്റെ ഉള്ളിൽ കൂടിക്കുഴഞ്ഞു. അയാൾ വരാന്തയിലേക്ക് കയറി. വാതിൽക്കൽ ഒരാൾ രൂപം കിടക്കുന്നത് കണ്ട് അയാളുടെ നെഞ്ചിലൊരു മിന്നൽ പാളി. ക്രച്ചസ് തുരുതുരെ ഊന്നി അയാൾ വാതിലിനടുത്തെത്തി. ഭാനുമതി. ഒരു വശം ചെരിഞ്ഞു കിടക്കുകയാണവർ. ക്രച്ചസ് താഴെയിട്ട് പ്രഭാകരൻ നിലത്തേക്കിരുന്നു. ഭാനു, ഭാനു. അവരുടെ ശിരസ് കയ്യിലെടുത്ത് അയാൾ കുലുക്കി വിളിച്ചു. ശ്വാസമില്ലെന്ന് തോന്നി. ഭാനു. അവരെ താങ്ങി പിടിച്ച് നെഞ്ചോട് ചേർത്തപ്പോൾ ഒരു കുറുകൽ ആ തുണ്ടയിൽ നിന്നും കേട്ടു. തേങ്ങി പിടിഞ്ഞു വന്ന ഒരു ശ്വാസം. അടുത്ത ശ്വാസത്തിനായി വീണ്ടും വായി തുറക്കുകയായി. ആസ്മ കടുത്തിരിക്കുന്നു. വീണേ, മോളെ വീണേ. പ്രഭാകരൻ ഉറക്കെ വിളിച്ചു. ഒരു പ്രതികരണവുമില്ല. മോളെ. പ്രഭാകരൻ ആദിയോടെ എഴുന്നേറ്റു. ക്രച്ചസുകൾ എടുത്ത് അതിലൂന്നി 2 ചാട്ടത്തിന് അടുക്കളയിലെത്തി. അവിടെ ആരുമില്ല. ചായ്പിലും കിടപ്പറയിലും നോക്കി. വെളിച്ചം എല്ലായിടത്തുമുണ്ട്. പിൻവാതിൽ തുറന്നു കിടന്നിരുന്നു. അവിടെ നിന്നുകൊണ്ട് പുറത്തെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് നോക്കി അയാൾ കുറേ കൂടി ഉച്ചത്തിൽ വിളിച്ചു. വീണേ, വീണമോളെ. പ്രഭാകരൻ വീട്ടിലും മുറ്റത്തും ക്രച്ചസിൽ ചാടി നടന്നു. ഒരിടത്തും ഒരു അസ്വാഭാവികതയും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. എല്ലായിടവും ശാന്തം, സ്വച്ഛം. ഭാനുവിന് അസുഖം പെട്ടെന്ന് കൂടിയിരിക്കാമെന്നും ഭയന്നുപോയ പ്രവീണ സഹായത്തിന് ആരെയെങ്കിലും വിളിക്കാൻ പോയതായിരിക്കുമെന്നും സമാധാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ ഭാര്യയുടെ അരികെ വന്നു. കാല് വയ്യാത്തതിനാൽ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്താൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. ഭാനുമതിയമ്മയെ വാരിപ്പിടിച്ച് അയാൾ നിലത്തുകൂടി നിരങ്ങി നീങ്ങി. വല്ലവിധേനയും അയാൾ കട്ടിലിനരികിലെത്തി. ഭാനുമതിയമ്മയെ പൊക്കി കട്ടിലിൽ കിടത്തി. അവരുടെ നെഞ്ചും പുറവും തിരുമ്മിക്കൊടുത്തു.
ഊർത്തും വലിക്കുന്നത് പോലെ ഇടവിട്ടിടവിട്ട് അവർ കുറേശ്ശെ ശ്വാസം വലിച്ചുകൊണ്ട് കിടന്നു. വേപതുവോടെ പ്രഭാകരൻ അടുക്കളയിലെത്തി. അടുപ്പിൽ തീ പൂട്ടി. കലത്തിൽ വെള്ളം വെച്ച് അത് ബക്കറ്റിലൊഴിച്ച് തൂക്കി പിടിച്ചുകൊണ്ട് വന്ന് തോർത്തു മുക്കി ഭാനുമതി അമ്മയുടെ നെഞ്ചിലും പുറത്തും ആവി പിടിച്ചു. 2-3 തലയണകൾ അടുക്കി അടുക്കി കഴുത്തും തലയും ഉയർത്തി വെച്ചു. നെരിപ്പോടിൻ്റെ മൺചെരുവത്തിൽ തീയും വിറകും കൂട്ടി അത് ഭാനുമതിയമ്മയുടെ കട്ടിലിന് കീഴേ വെച്ചു. അതിനുശേഷം വരാന്തിയിലേക്ക് ചെന്നു. പ്രവീണിയെ അന്വേഷിച്ച് എവിടെ പോകുമെന്ന വ്യാധി അയാളെ അലട്ടിക്കൊണ്ട് ഏറ്റവും അടുത്ത അയൽപ്പക്കത്തേക്ക് 1 ഫർലോങ് ദൂരമെങ്കിലും നടക്കണം. ഒരുപക്ഷെ പ്രവീണ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഏതെങ്കിലും വണ്ടി വിളിക്കാൻ പോയതാണെങ്കിലോ? രാത്രിയിൽ യൗവനയുക്തിയായ ഒരു പെണ്ണ് തനിയെ ടാക്സി സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്നത് അയാൾ സങ്കല്പത്തിൽ കണ്ടു. എന്തും സംഭവിക്കാം. പ്രഭാകരൻ നെഞ്ചിലൊരു വിറയലോടെ നിന്നുപോയി. വെള്ളം വെള്ളം പ്രവീണ ഞരങ്ങി. ആരുടെയൊക്കെയോ കാലച്ചകൾ, സംഭാഷണ ശകലങ്ങൾ. ചുണ്ടുകളിൽ ഏതാനും തുള്ളി നനവ് വീണപ്പോൾ അവൾ ആർത്തിയോടെ അത് നുണഞ്ഞു. ചവർപ്പ്. ചുണ്ടുകൾ നീറുന്നുണ്ട്. എങ്കിലും ദാഹാർത്തിയാണ് മുന്നിൽ. നാവിലേക്ക് ഒഴിച്ചു കിട്ടിയത് അത്രയും അവൾ പാരവശ്യത്തോടെ ഇറക്കി. നേരം പുലർന്നുവോ അതോ വീണ്ടും രാത്രി വന്നുവോ അറിയില്ല. ദേഹം വാടിക്കുഴഞ്ഞിരിക്കുന്നു. ആരോടും എതിരിടാൻ വയ്യ, കരയാൻ വയ്യ. ആരൊക്കെയോ വീണ്ടും വീണ്ടും വരുന്ന കാലച്ച. കയ്യിൻ്റെ കെട്ടുകൾ അഴിയുന്നു, താങ്ങിയെടുക്കുന്നു. മൂടപ്പെട്ട കണ്ണുകളിൽ വേദന പിടയുന്നു. എങ്ങോട്ടോ എടുത്തുകൊണ്ടു പോവുകയാണ്. ആളുകളുടെ ചിരി, സംഭാഷണങ്ങൾ. അവ വിജയഭേരി പോലെ തോന്നി. വീണ്ടും എവിടെയോ കിടത്തിയിരിക്കുന്നു. കൈകൊണ്ട് പരതി നോക്കി. മിനുസമുള്ള പ്രതലം ഒരു ടേബിളിന് മീരെയാണെന്ന് തോന്നി. ഇതാണോ മിസ്റ്റർ തമ്പി പറഞ്ഞ ഡെലീഷ്യസ് ഡിഷ്? ആരോ ചോദിക്കുന്നു. തുടർന്ന് 4-5 പേരുടെ പൊട്ടിച്ചിരി. ഇവൾക്ക് കുടിക്കാൻ കൊടുത്തോ? ക്രൂരമായ ചിരി കലർന്ന ഒരു പരുക്കൻ ചോദ്യം. കൊടുത്തു. കുറച്ച് ഷാമ്പയിനും കൂടി കൊടുക്ക, ദാഹം തീരട്ടെ. നിമിഷങ്ങൾ. സോഡാക്കുപ്പിയുടെ അടപ്പ് തുറന്ന പോലെ ഒരു ശബ്ദം. മുഖത്തേക്ക് പതഞ്ഞു വീഴുന്ന ചവർപ്പുള്ള ദ്രാവകം. മുൻപ് കുടിച്ചത് തന്നെ. പീച്ചാങ്കുഴലിൽ നിന്ന് ആരോ വെള്ളം ചീറ്റിച്ചതുപോലെ ദേഹം മുഴുവൻ നനയുന്നു. ആളുകളുടെ പൊട്ടിച്ചിരി. വീണ തൻ്റെ അടഞ്ഞ കണ്ണുകൾക്ക് മീതെയുള്ള ഇരുട്ടിലേക്ക് ഒരു അന്തയെപ്പോലെ കൈയെടുത്ത് കൂപ്പി. എന്നെ എന്തു വേണമെങ്കിൽ ചെയ്തു, കൊന്നുകളഞ്ഞു. നരേട്ടനെ വെറുതെ വിട്ടേക്കണേ. അച്ഛനും അമ്മയ്ക്കും വേറെ ആരുമില്ല, അവൾ കരഞ്ഞുകൊണ്ട് കെഞ്ചി. രാത്രി മുഴുവൻ എവിടെയൊക്കെയോ അലഞ്ഞു നടന്ന് വെളുപ്പാങ്കാലത്ത് പ്രഭാകരൻ ഒരു ഭ്രാന്തനെ പോലെ വീട്ടിൽ തിരിച്ചെത്തി. ആ പരിസരത്തുള്ള കണ്ണിൽ കണ്ട വീടുകളിലെല്ലാം അയാൾ ആ ഇരുട്ടത്ത് ക്രച്ചസ് തപ്പി തടഞ്ഞ് ചെല്ലുകയുണ്ടായി. എൻ്റെ മകൾ ഇങ്ങോട്ടെങ്ങാനും വന്നോ? ആശാവഹമായ ഒരു മറുപടിയും ഒരിടത്തു നിന്നും ലഭിച്ചില്ല. പ്രഭാകരൻ ആ രാത്രിയിൽ ക്രച്ചസ് ഊന്നി പൂപ്പാറയിലെ ടാക്സി സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും മകളെ തെരഞ്ഞു പോയിരുന്നു. ആ ചെറിയ ടൗൺ അപ്പോഴേക്കും വിജനമായി കഴിഞ്ഞിരുന്നു. അയവിറക്കുന്ന പശുക്കളും അലഞ്ഞു നടക്കുന്ന നായകളും മാത്രമേ ടൗണിൽ ശേഷിച്ചിരുന്നുള്ളൂ. വെളുപ്പാങ്കാലത്തോടെ ഭാനുമതി അമ്മയ്ക്ക് അല്പം ആശ്വാസം കണ്ടു. കുലുക്കി വിളിക്കുമ്പോൾ അവർ ഞരങ്ങുകയും മൂളുകയും ചെയ്തു. നേരം പുലരുമ്പോഴേക്കും അവർ കണ്ണു തുറന്നു. ഭർത്താവിനെ നോക്കി. ഭാനു, നമ്മുടെ മോളെവിടെ? നെഞ്ചു പൊട്ടിക്കൊണ്ട് പ്രഭാകരൻ ചോദിച്ചു. ഭാനുമതിയമ്മ നടുക്കത്തിലെന്നവണ്ണം ഭർത്താവിനെ തുറിച്ചു നോക്കി. അവളെ കാണാഞ്ഞിട്ടാ ഞാൻ എണീറ്റ് പോയേ. കണ്ടില്ലേ? ശ്വാസമുട്ടലിൽ വിക്കി വിക്കി ചോദിച്ചു ഭാനുമതിയമ്മ. പ്രഭാകരൻ ഒന്നും മിണ്ടാതെ വീണ്ടും ക്രച്ചസ് എടുത്തു. അയാളുടെ നെഞ്ചിൽ ഇടി മുഴങ്ങിക്കൊണ്ടിരുന്നു. അയാളുടെ കാതിൽ കൊടുങ്കാറ്റുകൾ ഇരമ്പിയാർത്തു. രാവിലെ വീണ്ടും അയാൾ മകളെ തിരക്കി ഇറങ്ങി. ഉറക്കച്ചടവോടെ കിടക്ക വിട്ടെണീറ്റ് വന്ന പരിസരവാസികളെ എതിരേറ്റത് ക്രച്ചസിൽ ഭ്രാന്തനെ പോലെ തോന്നിച്ച ഒറ്റക്കാലൻ മനുഷ്യനും എൻ്റെ മോളെ കണ്ടോ എന്ന ചോദ്യവുമായിരുന്നു. പൂപ്പാറ ടൗണിലും അയാൾ അന്വേഷിച്ചു ചെന്നു. ടാക്സി സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും തിരക്കി. അയാളുടെ മകളെ കണ്ടവരായി ആരുമില്ലായിരുന്നു. വെള്ളിക്കുളം എസ്റ്റേറ്റ് ബംഗ്ലാവിലെ ഗേറ്റ് വാച്ചർ ഒരു തടസ്സം പോലെ പ്രഭാകരൻ്റെ മുമ്പിൽ നിന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? തമ്പി മുതലാളിയെ എനിക്കൊന്ന് കാണണം. ഇയാളല്ലേ മുമ്പ് 2-3 തവണ ഇവിടെ വന്നിട്ട് പോയത്? അതെ. തമ്പി മുതലാളിയെ കണ്ടിട്ടല്ലേ ഒരു ദിവസം നിങ്ങൾ പോയത്? ഒന്നുകൂടെ കാണണം. ഈ ഒറ്റക്കാലം വെച്ചോണ്ട് എന്തിനാ കൂടെ ഇങ്ങോട്ട് വരുന്നേ? അവിടെ നിൽക്കുക, ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ. ഗേറ്റ് വാച്ചർ ബംഗ്ലാവിന് നേർക്ക് നടന്നുപോയി. പ്രഭാകരൻ ഗേറ്റിൽ തന്നെ നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ധർമ്മരാജനും ഗേറ്റ് കീപ്പറും കൂടി വന്നു. എന്താ തൻ്റെ പ്രശ്നം? ധർമ്മരാജൻ ചോദിച്ചു. തമ്പി മുതലാളിയെ കാണണം. മുതലാളിയെ കാണാനൊക്കില്ല. തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകും. എൻ്റെ മകളെ ഇന്നലെ രാത്രി കാണാനില്ല. അവൾ ഇവിടെങ്ങാനും വന്നിരുന്നോ എന്ന് അന്വേഷിച്ച് വന്നതാ ഞാൻ. മകളെ കാണാനില്ലെങ്കിൽ ഇവിടാണോ അന്വേഷിച്ച് വരേണ്ടത്? താൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കടോ.
എന്നിട്ട് പത്രത്തിലൊരു വാർത്തയും കൊട്, കാണാനില്ലെന്നും പറഞ്ഞ്. തമ്പി മുതലാളി അറിയാതെ എൻ്റെ മോൾക്കൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാ. തമ്പി മുതലാളിയാണോ തൻ്റെ മോളുടെ സംരക്ഷകൻ? ധർമ്മരാജൻ ഗേറ്റ് കീപ്പറുടെ നേർക്ക് തിരിഞ്ഞു. ഇയാളെ പിടിച്ച് പുറത്താക്കിയിട്ട് ഗേറ്റ് അടയ്ക്ക്. സർ, പ്രഭാകരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിച്ചു. എൻ്റെ മകളൊരു തെറ്റും ചെയ്തിട്ടില്ല, അവളെ എനിക്ക് വിട്ടുതാ. നിങ്ങൾക്കാർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ ഞാൻ. എന്നിട്ടും നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ മോനെ ചതിച്ചു. എൻ്റെ മോളെയെങ്കിലും വിട്ടുതരണേ, അവളൊരു പാവമാ സാറേ. ഇയാൾ ഇറങ്ങി പോകുന്നുണ്ടോ? എനിക്ക് ഗേറ്റ് അടയ്ക്കണം. ഗേറ്റ് കീപ്പർ അക്ഷമനായി. ധർമ്മരാജൻ തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. നിൽക്കടാ അവിടെ, പ്രഭാകരൻ അലറി. എൻ്റെ മോളെ കാണാതായതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. നീയും തമ്പി മുതലാളിയും അറിയാതെ അവൾ എങ്ങോട്ടും പോയിട്ടില്ല. നീ ആദ്യം ഞങ്ങളെ ചതിച്ച് നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എൻ്റെ മോനെ കള്ളവാറ്റുകാരനാക്കി പോലീസിൽ പിടിപ്പിച്ചു. ഒടുക്ക എൻ്റെ മോളെയും നീ. ക്രച്ചസ് നിലത്താഞ്ഞടിച്ചുകൊണ്ട് പ്രഭാകരൻ മുന്നോട്ട് കുതിച്ചു. കടന്നു പിടിക്കാൻ വന്ന ഗേറ്റ് കീപ്പറെ അയാൾ ക്രച്ചസ് ഉയർത്തി അടിച്ചു വീഴ്ത്തി. നിന്റെ മുതലാളിയും കൊണ്ട് ഉത്തരം പറയിക്കുക ഞാൻ. അയാൾ എവിടെയാ ചതിയൻ? കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കോപവും സങ്കടവും കൊണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ ആയി തീർന്നിരുന്നു പ്രഭാകരൻ. ക്രച്ചസ് എടുത്ത് കുത്തി മുന്നോട്ട് ചാടിപ്പോയിക്കൊണ്ടിരുന്ന പ്രഭാകരനെ ധർമ്മരാജൻ കോളറിൽ പിടിച്ച് പിന്നോട്ട് വലിച്ച് താഴെയിട്ടു. നിലത്ത് വീണുപോയ പ്രഭാകരൻ്റെ ക്രച്ചസ് രണ്ടുമെടുത്ത് അയാൾ ഗേറ്റിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എഴുന്നേറ്റ് വരികയായിരുന്ന ഗേറ്റ് കീപ്പറോട് ധർമ്മരാജൻ ആജ്ഞാപിച്ചു, ഇയാളെ വലിച്ചഴിച്ച് പുറത്താക്കടോ. എന്നിട്ട് തിരിഞ്ഞുപോലും നോക്കാതെ ധർമ്മരാജൻ ബംഗ്ലാവിന് നേർക്ക് നടന്നുപോയി. സബ് ഇൻസ്പെക്ടർ മാർക്കോസ് പരാതി മുഴുവൻ ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കി. എന്നിട്ട് തൻ്റെ ടേബിളിന് മുൻപിൽ ക്രച്ചസിൽ നിൽക്കുന്ന പ്രഭാകരൻ്റെ നേർക്ക് നോട്ടം അയച്ചു. തൻ്റെ മകളെ കാണാതായത് എപ്പോഴാന്നാ പറഞ്ഞത്? ഇന്നലെ രാത്രി മുതൽ. കാണാതായെന്ന് എപ്പോഴാണ് മനസ്സിലായത്? ഞാൻ ഇന്നലെ മൂവാറ്റുപുഴ വരെ പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ എൻ്റെ മകൾ ഉണ്ടായിരുന്നില്ല വീട്ടിൽ. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ? എൻ്റെ ഭാര്യയും മോളും മാത്രം. ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ്. സുഖമില്ലാത്ത ഭാര്യയെയും മകളെയും തനിച്ചാക്കിയിട്ട് താനെന്തിന് മൂവാറ്റുപുഴയ്ക്ക് പോയി? എൻ്റെ മകൻ നരേന്ദ്രൻ്റെ കേസ് നടക്കുന്നത് തൊടുപുഴ കോടതിയിലാണ് സാറേ. മൂവാറ്റുപുഴ സബ് ജയിലിലോട്ട് അവനെ മാറ്റിയേക്കുമെന്ന് പറയുന്നത് കേട്ടു. മൂവാറ്റുപുഴ എങ്ങാനും ഒരു വീട് വാടകയ്ക്ക് കിട്ടിയാൽ കേസിൻ്റെ കാര്യത്തിന് പോകാനും വരാനും എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ച് വീട് നോക്കാൻ പോയതാ. എന്നിട്ട് വീട് കിട്ടിയോ? വീട് നോക്കാൻ നാട്ടിലുള്ള ചിലരെ ഏർപ്പാടാക്കിയിട്ട് പോന്നു. താൻ എത്ര മണിക്കാണ് വീട്ടിലെത്തിയത്? 10 മണി കഴിഞ്ഞു. അപ്പോൾ തൻ്റെ ഭാര്യ വീട്ടിലില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അവൾക്ക് ആസ്മ കൂടിയിട്ട് ബോധം കെട്ട് കിടക്കുകയായിരുന്നു. മുറിയിലോ ബാത്റൂമിലോ എവിടെയെങ്കിലും മൽപ്പിടുത്തം നടന്ന ലക്ഷണം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. തനിക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? തൻ്റെ സംശയം പറയണോ വേണ്ടയോ എന്ന് പ്രഭാകരൻ ശങ്കിച്ചു. സംശയമുണ്ടെന്ന് പറഞ്ഞാൽ തനിക്ക് നീതി കിട്ടുമോ? ഒടുവിൽ രണ്ടും കൽപ്പിച്ച പ്രഭാകരൻ പറഞ്ഞു, എനിക്ക് തമ്പി മുതലാളിയെയും മുതലാളിയുടെ ആൾക്കാരെയും സംശയമുണ്ട് സാർ. എസ്ഐയുടെ നെറ്റി ചുളിഞ്ഞു. തമ്പി മുതലാളിയെ സംശയിക്കാൻ കാരണം? തമ്പി മുതലാളിയാ എൻ്റെ മകനെ ചതിച്ചത്. ഞാനൊരു ദിവസം നേരിട്ട് കണ്ടപ്പോൾ ഉള്ളിലെന്തോ വൈരാഗ്യമുള്ളതുപോലെയാ എന്നോട് സംസാരിച്ചത്. മകനെയും എൻ്റെ കുടുംബത്തെയും വെറുതെ വിടില്ലെന്ന മട്ടിൽ. അങ്ങനെ തന്നോടും തങ്ങളുടെ മകനോടും തമ്പി മുതലാളിക്ക് വൈരാഗ്യം തോന്നാൻ കാരണം? എനിക്കറിയില്ല സാർ. എൻ്റെ മകനെ കേസിൽ കുടുക്കി അവൻ്റെ ഭാവി നശിപ്പിച്ചു. ഇപ്പോൾ എൻ്റെ മകളെയും. എന്നോട് പറഞ്ഞതിരിക്കട്ടെ, പുറത്ത് ആരോടും പറയരുത്. തമ്പി മുതലാളിയാണ് ഇതിന് പിന്നിലെന്ന്. അയാൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ താനും ജയിലഴി എണ്ണേണ്ടി വരും. എനിക്കിനി തൂക്കുമരം തന്നെ കിട്ടിയാലും സങ്കടമില്ല സാർ. എൻ്റെ 2 മക്കളും പോയിട്ട് ഞാനെന്തിനാ ഇനി ജീവിക്കുന്നേ? അത് പറയുമ്പോൾ പ്രഭാകരൻ്റെ നെഞ്ചു പൊട്ടുന്നുണ്ടായിരുന്നു. ശരി, ഞാൻ ഏതായാലും ഒന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ അറിയിക്കാം. പരാതി വാങ്ങി വെച്ചിട്ട് എസ്ഐ മാർക്കോസ് പ്രഭാകരനെ തിരിച്ചയച്ചു. രാവിലെ ധർമ്മരാജൻ്റെ വണ്ടി വരുന്നതും കാത്ത് റോഡരികിൽ നിൽക്കുകയായിരുന്നു പാമ്പ് യോഹന്നാൻ. നല്ല മൂടൽ മഞ്ഞും തണുപ്പും. അയാൾ ഒന്നിനു പിറകെ ഒന്നായി ബീഡി കത്തിച്ച് പുക പറത്തി. ബീഡിപ്പുകയും മൂടൽമഞ്ഞ് ഇടകലർന്നു. ഒരു ഓട്ടോറിക്ഷ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. യോഹന്നാൻ നിൽക്കുന്നതിനരികെ ഓട്ടോറിക്ഷ നിന്നു. അതിൽ നിന്നും ക്രച്ചസുകളുമായി ഒറ്റക്കാലിന് ഇറങ്ങുന്നത് കണ്ടപ്പോഴേ യോഹന്നാൻ്റെ മുഖം ചൊളിഞ്ഞു. പ്രഭാകരൻ യോഹന്നാൻ്റെ മുൻപിലേക്ക് വന്നു. അയാളുടെ മുഖത്തും നരച്ച ശ്മശ്രുക്കൾ ധാരാളമായി വളർന്നിരുന്നു. ഷർട്ടും മുണ്ടും മുഷിഞ്ഞതായിരുന്നു. നരച്ച മുടി എണ്ണ പുരളാതെ താറുമാറായി കിടന്നു. അതൊരു വൃദ്ധനാണെന്ന് യോഹന്നാന് തോന്നിപ്പോയി. കുറേ നാളുകൾക്ക് മുൻപ് കാണുമ്പോൾ അയാൾ ഒരു മധ്യവയസ്കനായിരുന്നു. ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. പ്രഭാകരൻ്റെ ഒച്ച കരച്ചിൽ പോലെ തോന്നിച്ചു. എന്നെ എന്തിനാ കാണുന്നേ? ഞാൻ നിങ്ങൾക്ക് വല്ലതും തരാനുണ്ടോ? ഇല്ല. കാല് മാത്രമല്ല, നെഞ്ചും തകർന്ന് നടക്കുന്ന ഒരച്ഛനാ ഞാൻ. അതിന് ഞാനെന്നാ വേണം? പ്രഭാകരൻ 1000 തേങ്ങലിൽ നിന്ന് തൻ്റെ മകളെ കാണാതായ കഥ ചികഞ്ഞെടുത്ത്
യോഹന്നാൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു. ഒടുവിൽ അയാളുടെ മുന്നിൽ നിന്ന് കൈകൂപ്പി വിതുമ്പി കരഞ്ഞു. എൻ്റെ മോളെ തിരിച്ചു തരാൻ പറ. അവളെ അവർ എങ്ങനെയോ നശിപ്പിച്ചോട്ടെ, സാരമില്ല, എനിക്കവളെ ജീവനോടെ കിട്ടിയാൽ മതി. അത്രയെങ്കിലും ദയ ഈ അച്ഛനോട്. മകളെ ഓർത്ത് നെഞ്ചു പൊട്ടിക്കിടക്കുന്ന ഒരമ്മയുണ്ട് അവരോട്. യോഹന്നാൻ അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു. മനുഷ്യത്വത്തിൻ്റെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നു പറ. നിങ്ങൾക്കുമില്ലേ മക്കൾ? ഇല്ലേ? നിങ്ങളുടെ മുതലാളിക്കും മക്കളില്ലേ? ഇതൊന്നും എന്നോട് പറയണ്ട. തമ്പി മുതലാളിയോട് നേരിട്ട് ചെന്നു പറഞ്ഞാൽ മതി. ദൈവത്തെ ഓർത്ത്. ചെകുത്താനെ ഓർത്താലും രക്ഷയില്ല. തമ്പി മുതലാളിയാണോ മറുവശത്ത്? രക്ഷയില്ല. ഇതിനൊക്കെ ഒരു ഉത്തരം പറയണ്ടേ? എന്നെങ്കിലും. മനുഷ്യനല്ലേ, ദൈവമല്ലല്ലോ. അന്നീ ഒറ്റക്കാലനെ നിങ്ങൾ ഓർക്കും. തിരിച്ച് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ചെന്ന് കയറി പ്രഭാകരൻ. ക്രച്ചസുകൾ അകത്തെടുത്തു വെച്ചു. ഓട്ടോ മടങ്ങി. യോഹന്നാൻ കയ്യിലിരുന്ന ബീഡിക്കുറ്റി നിലത്തിട്ട് ചവിട്ടി അരച്ചു. ഇന്ന് ഏതു പാമ്പിനെയാണോ കണി കണ്ടത്? തലക്കെട്ടഴിച്ച് അയാൾ ഒന്നുകൂടി കെട്ടി. പിന്നെ നേരെ വീട്ടിലേക്ക് കയറിപ്പോയി. എന്താ തിരിച്ചിങ്ങോട്ട് പോന്നേ? അയാളുടെ ഭാര്യ വിസ്മയത്തോടെ ചോദിച്ചു. എനിക്ക് മനസ്സുണ്ടായിട്ട്. അയാൾ തിണ്ണയിലിരുന്ന് ഒരു ബീഡി കൊളുത്തി. പ്രഭാകരൻ്റെ വാക്കുകൾ ശാപവചനം പോലെ അയാളുടെ തലച്ചോറിൽ കിടന്ന് മുഴങ്ങി. ഇതിനൊക്കെ ഒരു ഉത്തരം പറയണ്ടേ എന്നെങ്കിലും. അന്നീ ഒറ്റക്കാലനെ നിങ്ങൾ ഓർക്കും. വാറ്റുപകരണങ്ങൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടി ആ വീട്ടിൽ പോയതും നിറകതിർ പോലെയുള്ള പെൺകിടാവിനെ ആ മുറ്റത്ത് വെച്ച് കണ്ടത് യോഹന്നാൻ ഓർത്തു. അവളില്ലേ ഇപ്പോൾ? ജീവനോടെ ഇല്ലേ? തൻ്റെ കയ്യിൽ ഒരു തുള്ളി ചോര പുരണ്ടിട്ടുണ്ടോ? യോഹന്നാൻ അറിയാതെ തൻ്റെ കൈവെള്ളയിലേക്ക് നോക്കി. ഇല്ല. തല വെട്ടിച്ചുകൊണ്ട് പിറുപിറുത്തു. താഴെ റോഡിൽ ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ടു. ഒരു ഹോൺ ശബ്ദം. യോഹന്നാൻ അവിടെ തന്നെ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ തുടരെ തുടരെ ഹോൺ. യോഹന്നാൻ റോഡിലേക്ക് ഇറങ്ങിച്ചെന്നു. ജീപ്പിനുള്ളിൽ ധർമ്മരാജൻ, പൈലി, ശിവൻ. എത്ര നേരം കാത്തു നിൽക്കണമെടോ ഞങ്ങൾ? നീ ആരാ? കോൺസ്ട്രേറ്റോ? ധർമ്മരാജൻ ക്ഷോഭിച്ചു. ഞാൻ വരുന്നില്ല സാറേ. എന്തു പറ്റി? സുഖമില്ലേ? സുഖമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഈ പരിപാടി നിർത്തി. ധർമ്മരാജൻ അയാളെ സൂക്ഷിച്ചു നോക്കി. അയാൾ ജീപ്പിന് പുറത്തിറങ്ങി. നിനക്കെന്നാ ലോട്ടറി അടിച്ചോ? പിള്ളേർ സമ്മതിക്കുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നേ? വെമ്പർന്ന് ഒത്തിക്കും വെറുപ്പായി. കുറേ നാളായിട്ട് പറയുന്നു നിർത്താൻ. ഒരു ധ്യാനത്തിന് പോകാൻ. നാളെ പോകുക ധ്യാനം കൂടാൻ. നോവൽ നാളെ തുടരും.